ഹലോ ഫ്രണ്ട്സ്, മഴ തോരുമ്പോൾ പോലെ വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ വൈജ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അലീനെ കാണുന്നുണ്ട്. അലീനെ അമ്മയെ കണ്ടിട്ട് ഒരു സന്തോഷത്തോടെ നിൽക്കുമ്പോഴത്തേക്ക് പക്ഷേ വൈജ നല്ല തറപ്പിച്ച് ഇങ്ങനെ നോക്കുവാണ്. കാരണം ദേഷ്യത്തോടെ നോക്കിയിട്ട് അകത്തോട്ട് കയറി പോവാണ്, തൻ്റെ റൂമിലേക്ക് കയറി പോവാണ്. അപ്പോൾ സംസാരിക്കാൻ പോകുമ്പോഴത്തേക്ക് സംസാരിക്കാൻ സമ്മതിക്കാത്ത രീതിയിലാണ് നമ്മുടെ വൈജ കയറി പോകുന്നത്. അപ്പോൾ അതേ സെയിം സമയം ഇവർ നമ്മുടെ ഗംഗാധരനും ശിവനെ കുറിച്ച് മേലെ പോകുന്നുണ്ട്. അടുത്ത് നമ്മുടെ ബാലേന്ദ്രൻ കാണാൻ പോകുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇന്ന പോലെ കഥ തുറന്നു കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞ എന്നാ വിശേഷം, പെങ്ങൾ പ്രസവിച്ചോ എന്നുള്ള രീതി ചോദിച്ച് ആകെ രീതി ഇല്ലാതാക്കുന്നുണ്ട്. ഉടനെ ഗംഗാധരൻ പറയുന്നുണ്ട് എന്നാ ബാല എങ്ങനെ ഒരു ആദിത്യ മര്യാദ ഇല്ലാതെ ആണ് സംസാരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെയൊക്കെ ആദിത്യ മര്യാദ തന്നിട്ടുള്ളതാണ്. പക്ഷേ അവിടെയൊക്കെ നിങ്ങൾ എൻ്റെ അടുത്ത് മര്യാദ കാണിച്ചിട്ടില്ല. നിങ്ങൾ വലിയൊരു ബോംബ് എൻ്റെ തലയിൽ കൊണ്ട് ഇട്ട് തന്നത്. കാരണം അത്ര രീതിയിൽ നിങ്ങൾക്കറിയാലോ. കാരണം നിങ്ങളെയൊക്കെ ഞാൻ മര്യാദ തന്നിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾക്കറിയാമല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും മര്യാദയൊക്കെ തന്നിട്ടുണ്ട്. പിന്നെന്താ ഇപ്പം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാരണമുണ്ട്. ഞാൻ പണ്ടത്തെ പോലെ അല്ല, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാക്കി നിൽക്കുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അതെല്ലാം വിട്ടുകളാം. കാരണം ഞങ്ങളിപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും വൈജ വന്നിട്ടുണ്ടോ? വൈജ വന്നിട്ടുണ്ടോ? വൈജ വന്നിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. അപ്പോൾ അതൊരു ആക്കിയല്ല സംസാരിക്കുന്നത്. ആക്കിയാണെങ്കിൽ ഇല്ലെങ്കിൽ മനസ്സിലാകുന്നുള്ള കാര്യങ്ങൾ. കാരണം എനിക്ക് അവളെ ഇവിടെ വരുന്നതോ വരാതിരിക്കുന്നതോ അതിനെക്കുറിച്ച് പറയേണ്ട അവളുടെ കാര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും അതല്ല. കാരണം ഇവിടെ അവൾ നിൽക്കാൻ തന്നെ പ്ലാൻ ചെയ്യുന്ന പറഞ്ഞാൽ അത് അവളുടെ പ്ലാനാണ്, നിങ്ങളുടെ പ്ലാനാണ് ചെയ്യുമ്പോഴത്തേക്കും അതല്ല. അവൾ വീട് വേറെ വീട് വാടകയ്ക്ക് എടുക്കുമെന്നല്ലേ പറഞ്ഞ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങോട്ട് പോയിരുന്നുണ്ട്? അല്ല, അതല്ല, നിങ്ങളൊന്നിച്ച് ജീവിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഒരു 3 മക്കളായാലും നിങ്ങൾക്ക് 3 മക്കളായിട്ട് ആ 3 മക്കളെ വളർത്തണം. ഒന്നാമത്തെ കാര്യം നമ്മുടെ രോഹിത്തിൻ്റെ നില വളരെ ഒരു ദുർഘടമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് അവൻ്റെ ഗുരുതരമായിട്ട് അവസ്ഥ തന്നെ മാറ്റണം. അവൻ നാട്ടുകാരെ കൂടിക്കുകയും അവന് മാനസിക വിഭ്രാന്തി ഉണ്ടാകുകയും എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് അവനെ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങൾ രണ്ടും ഒന്നിച്ച് നിന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനെ ഡോക്ടറെ കാണിക്കുക കാര്യങ്ങളെല്ലാം ചെയ്താൽ മാത്രം മതി. പണ്ടത്തെ പോലെ അല്ലല്ലോ. മാത്രമല്ല ഇവിടെ അതിനുള്ള ഡോക്ടറും കാര്യങ്ങളുണ്ട്. പണ്ടത്തെ പോലെ അല്ല. ഞാൻ അവൻ്റെ കാര്യത്തിൽ ഫുള്ളായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ വേറെ വല്ല ഉദ്ദേശമാണ് ചെയ്യുന്നത്. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അലീനെ നമുക്ക് വേറെ എവിടെയെങ്കിലും ഒന്ന് ആക്കാന്ന് പറയുമ്പോഴത്തേക്ക് അലീനെ വേറെ എവിടെയൊക്കെ ആക്കാൻ തന്നെ അവൾ ഇവിടെ തന്നെ കാണും. അലീനെ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ മോളാണ്, അവളെ ഞാൻ വളർത്തും. അലീനെ ഗംഗാധരൻ പറയുന്നുണ്ട് അലീനെ ശരിക്കും അലീനെ വൈജയുടെ മോളല്ലേ. അപ്പോൾ അവളെ നമ്മൾ നോക്കേണ്ട ഒരു ചുമതല ഞങ്ങൾക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളവളെ നോക്കിക്കോളാം. ഞങ്ങൾക്ക് പുതിയ വീടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോസ്റ്റലിലോ കൊണ്ട് ആക്കിയിട്ട് അവളെ നന്നായിട്ട് രീതി പഠിപ്പിക്കുകയോ കാര്യങ്ങളെല്ലാം ചെയ്തോളുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം അലീനെ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം വൈജി ഇവിടെ നിന്നില്ലെന്ന് എനിക്ക് വിഷയമില്ല. പക്ഷേ അലീനെ എൻ്റെ മോളായിട്ട് ഇവിടെ തന്നെ കാണും എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ ഗംഗാധരൻ പറയുന്നുണ്ട് വാശി കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് ഇതെന്ത് വാശി കാണിച്ചിട്ട് എന്നെ എടുക്കാനാ എന്ന് പറയുമ്പോഴത്തേക്കും വൈജി ഇവിടുന്ന് പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് മറ്റു ബാക്കി 3 മക്കളുടെ പഠനം കാര്യങ്ങളൊക്കെ അതായത് ഭവിത സ്കൂളിൽ പോകുന്നില്ല, രോഹിത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ. അപ്പം പിന്നെ വൈജിയും വയ്യാണ്ടിരിക്കുന്നു. എല്ലാം കൊണ്ടാകുമ്പോഴത്തേക്ക് മക്കൾ കൂടെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അലീനെ നമുക്ക് എവിടെയെങ്കിലും അലീനെ പറഞ്ഞു വിട്ടിട്ട് യാതൊരു കാര്യമില്ല. കാരണം പറഞ്ഞു വിടാൻ പറ്റത്തില്ല. കാരണം അലീന ഒറ്റൊരാളുള്ളത് കൊണ്ടാണ് എൻ്റെ മോൻ രോഹിത്തിനെ തിരിച്ചു കിട്ടിയത്. അവൾ ഈ കുടുംബത്തിന് വേണ്ടി നല്ലതല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഭാര്യ അവളെ ഒന്നിച്ച് ജീവിക്കാൻ നിങ്ങൾ പറയുന്നുള്ളൂ. ഏത് ബേസിലാണ് പറയുന്നത്? അവളിവിടെ ഒറ്റയ്ക്ക് താമസിപ്പിക്കണം, എൻ്റെ കൂടെ ജീവിക്കണമെന്ന് ഏത് ബേസിലാണ് പറയുന്നത്? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അവൾ നല്ല രീതിയിൽ എൻ്റെ അടുത്ത് പെരുമാറുന്നത് ഉറപ്പുണ്ടോ? നല്ലൊരു ഭാര്യയായിട്ട് നിൽക്കുന്ന ഓർമ്മയുണ്ട്. നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ ഇനി അവൾ എൻ്റെ അടുത്ത് പെരുമാറാനും സംസാരിക്കാനും ഏറ്റവും സൗമ്യ രീതിയിൽ താഴ്ന്ന രീതിയിൽ സംസാരിച്ച് അവൾ എൻ്റെ അടുത്ത് നിൽക്കാൻ അവളെ കൊണ്ട് പറ്റണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു വാക്ക് തരാൻ പറ്റുമോ? അത് അത്ര രീതിയിൽ താഴ്ന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഗംഗാധരൻ ശിവൻ്റെ മുഖത്ത് നോക്കും. ഉടനെ ശിവൻ പറയുകയാണ് അത് ബാല അത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പോലും ഉറപ്പില്ല. കാരണം നിങ്ങളുടെ പെങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം അവളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അത് 7 വെള്ളത്തിൽ കുളിച്ചാൽ പോലും മാറത്തില്ല അതിൻ്റെ പാപം. അത്ര രീതിയിൽ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അങ്ങനെയാണ്. അത് നിങ്ങൾക്കറിയാം. ഞാൻ അവളെ ക്ഷമിച്ചതിനും കൈയും കണക്കിലും കഴിഞ്ഞ 10-23 വർഷം അവളെ ക്ഷമിച്ചു. കാരണം അവൾ എൻ്റെ മക്കളെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അവൾ എൻ്റെ മക്കളെ നല്ല രീതിയിൽ അടിക്കുകയും പിടിക്കുകയും അല്ലെങ്കിൽ വഴക്ക് പറയുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനവിടെ എന്തെങ്കിലും വഴക്ക് പറയാൻ പോകണം എന്നെ തന്നെ വഴക്ക് പറയുന്നൊരു അവസ്ഥയാണ് അവൾ. അപ്പോൾ എൻ്റെ മക്കളെ നല്ല രീതിയിൽ സംരക്ഷിച്ച് വളർത്തുന്ന ഒരു സ്ത്രീയായിരുന്നു അവൾ. നല്ലൊരു പെണ്ണാണ് അവൾ.
പക്ഷേ ആ സ്ഥാനത്ത് ഇപ്പം അവൾ കാണിച്ചു കൂട്ടിയ പരിപാടി കണ്ട അവൾക്ക് ഭയങ്കര നിഷ്കളങ്കത രീതിയിൽ അവൾ ജീവിച്ചു. അവൾക്കൊരു പെൺകൊച്ച് അവൾക്ക് ജനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാതെ അവളിപ്പോൾ എനിക്കൊരു കൊച്ചുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളത് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന രീതിയിൽ അപ്പോൾ അവൾക്ക് അതെന്തൊരു പരിപാടിയാണ്. അപ്പം ഞാനൊരു കാര്യം പറ്റേ, നിങ്ങൾക്ക് അവളെ ഇവിടെ നിർത്തണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവളിവിടെ കണ്ടിന്യൂ ചെയ്ത് ഞങ്ങളുണ്ട് ഒരുമിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ, മാത്രമല്ല അവൾ കാണിച്ച പരിപാടി അത് ഇത്രയും നാൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കിടന്ന അഹങ്കാരം കൂടിയിട്ട് എനിക്ക് ഡൈവോഴ്സ് നോട്ടീസ് അയച്ച സ്ത്രീ അവൾ. അപ്പോൾ അവളുടെ അഹങ്കാരം കുറയുമോ? ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ കാരണം ഭർത്താവ് പറയുന്നത് കേൾക്കണം, ഭർത്താവിൻ്റെ കീഴിൽ നിൽക്കണം. കാരണം അത് ഒരു ഈക്വൽ പാർട്ണർഷിപ്പ് രീതി പോകണം. പക്ഷെ നിങ്ങളുടെ പെങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് മെയിനായിട്ട് പറയുക, എനിക്കിതിൻ്റെ അകത്ത് വേറൊന്നും പറയാനില്ല. മാന്യമായിട്ട് നിന്ന് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ. അവൾക്ക് ഡൈവോഴ്സോ അല്ല വേറെ വീടെടുത്ത് പോകുമോ എന്ന് വേണം കാണിക്കാം. പക്ഷെ അലീന അവിടുത്തെ പോകത്തില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോഴത്തേക്ക് പിന്നെ ശിവനും ഗംഗാധരൻ പുറത്ത് വരുവാണ്. ആ പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് ശിവൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ചെയ്യാനാ ചേട്ടാ? ഇപ്പം നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ ശിവനും അല്ല വൈജയം കണക്കാ ബാലചന്ദ്രൻ കണക്കാ, രണ്ടുപേർക്കും നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവർ വേറെ രീതിയിൽ പെരുമാറുന്ന പറയുമ്പോഴത്തേക്ക് ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലടോ. കാരണം ഇപ്പം ബാലചന്ദ്രൻ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ബാലചന്ദ്രൻ നമ്മൾ പറഞ്ഞാൽ കേൾക്കും, പക്ഷേ വൈജ നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല. കാരണം ഇപ്പം നീ തന്നെ കണ്ടല്ലേ, നമ്മൾ ഹോസ്പിറ്റലിൽ ഇറക്കിക്കൊണ്ടൊന്നും അവൾക്ക് ഒറ്റ പിടിവാശി, അവളെ ആ മറ്റേ വീട്ടിൽ പോകണം, ഞാനിവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ സംഭവിച്ചതെന്നൊക്കെ പറയുക. ശരിയാ ഗംഗയായിട്ട് പറയുന്നത് ശരിയാണ്. അവളെ എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല എന്നൊക്കെ പറയുകയാണ്. അടുത്ത കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അലീന ഫുഡൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് പോവാണ്. ഉടനെ പറയും, ചേച്ചി കൃഷ്ണവിളക്കാണ്, ചേച്ചി ഇത് എങ്ങോട്ട് എടുത്തുകൊണ്ട് പോവാം, മോളെ അമ്മ വന്നിട്ടില്ലേ, അമ്മയ്ക്ക് കൊടുക്കണ്ടേ എന്ന് പറയുമ്പോഴത്തേക്ക് ചേച്ചി ഇത് ചേച്ചി വെച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ വലിച്ചെറിയും കേട്ടോ. രോഹിത്തേട്ടനെ തന്നെ ചേച്ചിക്ക് അറിയാം, രോഹിത്തേട്ടൻ തന്നെ വലിച്ചെറിഞ്ഞ് ദേഷ്യം കൊണ്ട് വലിച്ചെറിഞ്ഞ. അപ്പോൾ പറയണേ, മോളെ ഞാൻ വെച്ചാണെന്ന് പറയണ്ട, അമ്മയെ കൂടി ചേർന്ന് മനസ്സിലാന്ന് പറയണം. ചേച്ചി എന്തായി പറയുന്നത്, ഞാൻ വെച്ചാന്ന് ഞാൻ വെച്ചില്ലെന്ന് അമ്മ കണ്ടതാണ്, എന്നാൽ ചേച്ചിയെ വെക്കുന്നതല്ല അമ്മ കണ്ടതാണ്. അപ്പോൾ എങ്ങനെ കഴിക്കാനെന്ന് പറയുന്നത്, എന്താണെങ്കിലും വെച്ചിട്ടുണ്ട്, നീയും കൂടെ ചേർന്ന് ചെയ്യുമെന്ന് പറഞ്ഞ് പിന്നെ സെർവ് ചെയ്യാൻ വേണ്ടി രണ്ടുപേരും ഒരുമിച്ച് പോയി സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഡൈനിങ് ടേബിളിൽ വെക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ ഇറങ്ങി വരുന്നുണ്ട്. കുറേ നേരം രോഹിത്തിനെ പോയി വിളിക്കുമ്പോൾ രോഹിത് പിന്നെ പേടിച്ച് വരുന്നത്, ബാലചന്ദ്രനെ പേടിച്ചിറങ്ങി കഴിക്കാൻ വരുന്നുണ്ട്. അവിടെ വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ അലീന പറയുന്നുണ്ട്, അമ്മയെ വിളിക്കും കൃഷ്ണമോളെ എന്ന് പറയുമ്പോഴത്തേക്ക് ആരെയും വിളിക്കണ്ട, ആരും നിർബന്ധിച്ച്, ആരും തമ്പുരാട്ടിയൊന്നുമല്ല, ആരും വിളിച്ചിവിടെ കയറ്റി ഇരുത്തുന്ന ഫുഡൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, വരേണ്ടവർ വന്ന് കഴിച്ചിട്ട് പൊക്കോളൂ എന്നുള്ളത് പറയുമ്പോഴത്തേക്ക് പറയാം, അതല്ല അച്ഛാ, അതിന് പ്രത്യേക രീതിയിൽ ഇപ്പം എന്നാ പറയാനാ, നമ്മൾ വിളിക്കണ്ടേ, അത് ശരിയാകത്തില്ല, അച്ഛനും മിണ്ടായിരിക്കും അച്ഛാ, മേഡത്തിനെ വിളിച്ചുകൊണ്ട് വരട്ടെ എന്നുള്ള രീതിയിൽ പറയണം. അപ്പോൾ കൃഷ്ണമോൾ പോയിട്ട് വിളിക്കുകയാണ്, അമ്മ ആ ഫുഡ് കഴിക്കാൻ പോകാന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, ഞാനൊന്നും വരുന്നില്ല, എനിക്ക് ഫുഡ് വേണ്ടെന്ന് പറയുമ്പോൾ, അത് അവളുണ്ടാക്കിയതില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ അലിനച്ചിച്ച് ഉണ്ടാക്കിയതാണെങ്കിൽ പോലും അത് അച്ഛൻ്റെ കാശ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. മാത്രമല്ല അനില ചേച്ചിക്ക് ഇപ്പോൾ ഇവിടുത്തെ ഒരു ജോലിക്കാരെ പോലെയല്ല നിൽക്കുന്നത്, അച്ഛൻ മാസം ശമ്പളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജോലിക്കാർ ഉണ്ടാക്കിയാൽ കഴിക്കുന്നതിന് ഇപ്പം എന്നാ തെറ്റിരിക്കുന്നുണ്ട് ഇത് പറയുമ്പോഴത്തേക്ക് വന്ന് ഇരിക്കുമ്പോഴത്തേക്ക് പിന്നെ ഭവിത രോഹിത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം. അപ്പം എല്ലാവരും വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് തീന്മേശയെ നോക്കുമ്പോഴത്തേക്കും വൈജയ്ക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഇട്ട് വെച്ച് കൊടുത്തേക്കുന്നത്, അതായത് സർവ്വസാധനങ്ങൾ. അപ്പോൾ അത് ബാലചന്ദ്രൻ കാണുന്നുണ്ട്, അത് ബാലചന്ദ്രൻ മനസ്സിലാക്കുന്നുണ്ട്, വൈജയനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വൈജയ്ക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തെന്ന് മനസ്സിലാകുന്നുണ്ട്. ഉടനെ വൈജ ഇതെല്ലാം കണ്ടിട്ട് വൈജയ്ക്ക് വായിൽ വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്, പക്ഷേ വൈജ അത് കാണിക്കുന്നില്ല. പിന്നെ വൈജ പറയുന്നുണ്ട്, വൈജ പറഞ്ഞില്ല, അടുത്ത ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നീ ഇരുന്നാൽ ഇത് പൂർത്തിയാവത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ല ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുമ്പോഴത്തേക്ക്, നീ ഇരിക്കാനാണ് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ട വൈജ ചാടി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് കൃഷ്ണമോള് പറയാം, അമ്മ എന്താ ചാടി എഴുന്നേൽക്കുന്നത്, അമ്മ ചാടി എഴുന്നേൽക്കാൻ പാടില്ല, കാരണം ഫുഡിൻ്റെ മേലെ ഒന്നും കാണിക്കാൻ പാടില്ല. ഇതുപോലെ രോഹിത്തേട്ടൻ തന്നെ ഫുഡ് കൊണ്ടു കൊടുത്തിട്ട് രോഹിത്തേട്ടനെ വലിച്ചെറിഞ്ഞിട്ട്, ഇത് ഫുഡ് നമ്മൾ വലിച്ചെറിയുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെതായിട്ടുള്ള പാവങ്ങളും ശാപങ്ങളും കിട്ടും അമ്മ, അതിനനുസരിച്ച് പ്രശ്നങ്ങളുണ്ടാകും, അമ്മ ഇരിക്കുന്നു പറയുവാണ്. അപ്പം ബാലചന്ദ്രൻ പറഞ്ഞു, ആരൊക്കെ ഇരുന്നാലും ഇല്ലെങ്കിൽ അലീന ഇവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ഫുഡെല്ലാവരും കഴിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ അലീനെ കണ്ട് ഭീഷണിപ്പെടുത്തണം, നീ ഇവിടെ ഉള്ളിടത്തോളം കാലം
അല്ല ഞാൻ ഇവിടുത്തുള്ള കാലം നിന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കത്തില്ലടി എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതാണ് നമ്മൾ ലാസ്റ്റ് കാണുന്ന സീന്. ഇനിയും വരുന്ന ദിവസങ്ങളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരാനിരിക്കുന്ന വിശേഷം ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ നിങ്ങൾ ചാനൽ കണ്ടിന്യൂസ് കാണാൻ വേണ്ടി ഓർമ്മിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.